അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയണേ കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനായിട്ടാണ്. വേൾഡ് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയൊരു സ്റ്റാച്ചു ആണ്. അപ്പോൾ ഒരു വെയിലത്തായിരുന്നു നമ്മുടെ പോക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, ബുള്ളറ്റും എടുത്തു ഞാനും മച്ചാനും കൂടെ അങ്ങ് പോയി. പാലക്കാടൊക്കെ എത്തിയപ്പോൾ എനിക്ക് നല്ല പൊട്ട് ചൊല്ലണ വെയിലായിരുന്നു. ആകാശമൊക്കെ കാണാൻ ഒരു ഒന്നൊന്നര രക്ഷയില്ല മക്കളെ. ഇതാണ് നമ്മുടെ കുതിരയാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, കുതിരയാനിൽ കയറ്റിയൊരു ചറ്റപ്പനം കിട്ടു. ഞാനിപ്പോൾ ലൈഫിലൊരു മൂന്നാമത്തെ ടൈമാണ് അതിൽ പോണേ. പഴയ കുതിരയാൻ വഴിയൊന്ന് കയറി. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷേ മാലിന്യങ്ങളും വേസ്റ്റും എന്നിട്ട് ആരും മലിനമാക്കരുത്. ഒരു ആൽമരച്ചോടും പണ്ടത്തെ പൂജയാണ് എല്ലാം. നമ്മൾ ചെന്നപ്പോൾ അമ്പലം ക്ലോസ് ആയിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഇതൊക്കെ വഴിപാടും പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ആനയും പോത്തും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗാർഡോട് പറയും നോക്കിയും കണ്ടും കയറി വന്നില്ലേ പണി വാലുംകുളത്തിൽ കിട്ടും. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ കാണുന്ന ചെക്ക് പോസ്റ്റാണ് കേരളത്തിലെ അവസാനത്തെ ചെക്ക് പോസ്റ്റ്. ഇന്ത്യയിലെ അല്ലാട്ടോ കേരളത്തിലെ. ഇനി പൊട്ടാക്കുട്ടാന്ന് പറഞ്ഞ് കളിയാക്കരുത്. പിന്നെ വെച്ച് കയറി. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പയ്യെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ചെറിയൊരു മഴ തമിഴ്നാട് എത്തിയപ്പോൾ എനിക്കും ടച്ചായി പെയ്തു. ഇവിടുത്തെ ഒരു ഭംഗിയും കാഴ്ചയും നോക്കും മക്കളെ. ലൈഫിൽ ഒരു തവണയെങ്കിലും പോയി കാണേണ്ട കാലം തന്നെയാണ്. മലകളും മഞ്ഞും ചെറിയ മഴയും ഒരു രക്ഷയില്ല. പിന്നെയും വെച്ച് കയറി നമ്മുടെ തമിഴ്നാടൻ കാഴ്ചകളിലൂടെ. ഇടയ്ക്കൊന്ന് വിശന്നു, നല്ലൊരു കട നോക്കി കയറിയൊരു തമിഴ്നാടൻ സ്റ്റൈലൊരു ബിരിയാണി അങ്ങ് പൂശി. കുഴപ്പമില്ല എന്ന് പറയാം, വാഴയിലൊക്കെയാണ്. പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ. പിന്നെയും പോയി ഒരു 7 കിലോമീറ്ററോടെ ഉണ്ട്. പോണ വഴിക്ക് നല്ല രസം. ഒരു പാർക്കും തടാകവും നിറച്ച് കപ്പിൾസും ചേട്ടന്മാരും. നമ്മുടെ എറണാകുളത്തെ ബ്രോഡ് വേ വാക്ക് വേ ഒക്കെ കണക്കിരിക്കും. പിന്നെ പോയി നമ്മുടെ സ്ഥലം എത്തി. എൻ്റെ മോനെ, ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഇഷ ആദിയോഗി. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. വലിയ പാസ് കാര്യങ്ങളൊന്നുമില്ല, 10 രൂപ മാത്രമേ ഫീസുള്ളൂ, വെറും 10 രൂപ. നമുക്ക് കേരളത്തിൽ നിന്ന് KSRTC കൊണ്ട് കോയമ്പത്തൂർ വരെ. അവിടെ നിന്ന് ഒരു ഇച്ചിരി ബസ് പിടിച്ചാൽ പോകാമെന്നേ ഉള്ളൂ. ഒരു രക്ഷയില്ല. ചെന്നപ്പോൾ ഒരു ലക്ഷം ആൾ. അവിടെ എന്തോ വോളിബോൾ ടൂർണമെൻറ്റ് നടക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു. മതിയായ ടൂർണമെൻറ്റാണ്. തമിഴ്നാട് ലീഗ് കണ്ടായിരുന്നു. എല്ലായിടത്തു നിന്നും ടീംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ചെറിയൊരു ചാറ്റമഴ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി നമ്മുടെ യോഗിയുടെ അടുത്തേക്ക് പോയപ്പോൾ എനിക്കും രൂപം ദൂരേന്ന് കണ്ടു. നല്ല രസമാണ്. അടുത്ത് വന്നപ്പോൾ എനിക്ക് നമുക്ക് ഭൂമി തന്നെ ഒരു അടിപൊളി കാഴ്ച അങ്ങ് ഒരുക്കി തന്നു. ചെറിയ ചാറ്റമഴ പെയ്തപ്പോൾ കളി കാണുന്നിടത്തേക്ക് തിരിച്ചോടി. പിന്നെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു മഴ. നല്ല ആളായിരുന്നു കേട്ടോ. ഓഫ് ഡേസ് ആയിട്ട് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു പോയത്. പിന്നെ ഭൂമി നമുക്ക് തന്ന അലങ്കാരം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മഴവില്ലിനെ തന്നു നമ്മുടെ യോഗിയുടെ മുമ്പിൽ തന്നെ. എൻ്റെ മക്കളെ, ഇതൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. ഇത് ഞാൻ ഓടിച്ചുവിട്ടാണ് കാണിക്കുന്നത്, കാരണം 3 മിനിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ലെങ്ത്ത് കൂട്ടിയിട്ട് ഓടിച്ചുവിട്ടാണ് കാണിക്കുന്നത്. കോയമ്പത്തൂർ പോയി യോഗിയുടെ സ്റ്റാച്ചു കാണുന്നവർ മസ്റ്റായിട്ടും 7 തൊട്ട് 8:30 വരെ 15-30 മിനിറ്റ് വയ്ക്കും. അതൊന്ന് കാണണ്ടേ മക്കളെ, ഒരു രക്ഷയില്ല. കോയമ്പത്തൂർ പോയതിന് ബലം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതാ. പിന്നെ ട്രാവലിംഗ് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും. ബട്ട് ലൈഫിൽ ഒന്നെങ്കിലും പോയി കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു സന്യാസികളുടെയും യോഗ ചെയ്യണവരുടെയൊക്കെ ഒരു പഴയ അമ്പലം ഇതൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ എനിക്കും കാളവണ്ടിയൊക്കെ ഉള്ളൂ. നമ്മൾ പിന്നെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ നടന്ന് ചേട്ടന്മാരും ചേച്ചിക്കാരെയും പറയാം. കാളവണ്ടിയൊക്കെയാണ് ഈ പോണേ. മാറിയുന്നില്ല, എൻ്റെ കൊമ്പൊന്ന് കൊണ്ട ആൾ പോയി. പിന്നെ ക്ലോസ് ചെയ്യാറായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, തിരിച്ച് പുറകോട്ട് തന്നെ വന്നു. നമ്മുടെ കൂടെ വന്നവൻ കയറിപ്പോയി. പകുതി എത്തിയപ്പോൾ എനിക്ക് ഇറക്കി വിട്ട് ക്ലോസ് ചെയ്യാറായതുകൊണ്ട്. ഇതാണ് നമ്മളെ കൊണ്ടുവന്ന കാളയും പശുവൊക്കെ ഇവിടെ ദൈവമാണ്. പിന്നെ ഒരു വീഡിയോയും പിടിച്ചു. ഷോപ്പൊന്നും അല്ല, നമ്മുടെ തൊട്ടടുത്ത് തിരിച്ചു വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് യോഗിയുടെ ഒപ്പം ഇരുന്നൊരു വീഡിയോ എടുത്തൊരു ഫോട്ടോ എടുത്ത് ബൈ പറഞ്ഞു. ബൈ. ബൈ പറഞ്ഞ് പോകാൻ നോക്കിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 10 കാട്ടുപന്നി ഓടി തന്നെ കണ്ടു. ജീവനും കൊണ്ട് പിന്നെ ഓടി ഞങ്ങളും. അപ്പോൾ ബൈ ഫ്രം കോയമ്പത്തൂർ വ്ളോഗ്. സബ്ബടിച്ച് കൂടെ വന്നോട്ടാ.